ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കുള്ള ഒരു വലിയ വളർച്ച കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളെ കുറിച്ചുള്ള യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ തകർത്തു കളയരുത്. യേശുവിന് നമ്മളെ കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ നീ തകർക്കരുത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതിയെ നീ പൊളിച്ചു കളയരുത്. ദൈവത്തിന്റെ പദ്ധതികൾ നമ്മിൽ നടപ്പാക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് സഹകരിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വചനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരികയാണ് നമ്മൾ. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, ഫലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഒരു വൃക്ഷം വെട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് ഏതു ഭാഗത്തേക്ക് വെട്ടുന്നുവോ ആ ഭാഗത്തേക്കാണ് വൃക്ഷം വീഴുന്നത്. നിന്നിൽ പാപത്തിൻ്റെ ചായ്വ്, ആസക്തിയുടെ ചായ്വ്, ധനാസക്തി, ലോകത്തിൻ്റെ മോഹങ്ങൾ, കണ്ണുകളുടെ ആസക്തി, ലൈംഗികതയുള്ള ആസക്തി, ഏത് ആസക്തിയിലേക്കാണോ നിൻ്റെ മനസ്സ് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത്, ഒരു മരം ഏത് ഭാഗത്ത് വെട്ടിപ്പടത്തുന്നോ അതുപോലെ ആ ഭാഗത്തേക്ക് നീ വീഴും. ഏത് ആസക്തിയിലേക്ക് നീ പോകുന്നോ അങ്ങോട്ട് മനസ്സ് ചായുന്നു വീഴാൻ ഏറെ സാധ്യതയുണ്ട്. ഫലം തരാത്ത വൃക്ഷം വെട്ടി തീയിലെറിയപ്പെടും. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നില്ലെങ്കിൽ തകർച്ച ഉറപ്പാണ് കേട്ടോ, ഒരു സംശയമില്ല. ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിൽ തകർച്ചകളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീയതയുള്ള വ്യക്തികളായിട്ട് മാറണം. ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു അപകടം, പലരും ധ്യാനം കൂടി, മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, ഭാര്യയെ തല്ലുന്നത് നിർത്തി, ചീത്ത വിളിക്കുന്നത് നിർത്തി, അങ്ങനെ പലതും പല പരിപാടികളും അവസാനിപ്പിച്ചു. ഹല്ലേലൂയ. വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വയ്ക്കാൻ മരം വെട്ടിയിട്ടു, എകരങ്ങളൊക്കെ ഇറക്കി, കള്ളത്തരം നിർത്തി, അടിമതി നിർത്തി, വഞ്ചന നിർത്തി, തട്ടിപ്പ് ഇതൊക്കെ നിർത്തി. ഈ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. നല്ല കാര്യം. വൃക്ഷം വെട്ടിയിട്ടു, വേര് അവിടെ നിൽക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഈ JCB എന്ന് പറയുന്നൊരു യന്ത്രമില്ലേ, JCB കണ്ടില്ലേ? JCB മണ്ണ് മാറ്റുന്നത്. ഈ JCB ചില വലിയ മരത്തിൻ്റെ ചുവടുമാന്നാണ് സൈഡ് ഇങ്ങനെ മാന്തിയിട്ട് ഇത് വലിച്ചടക്കും, അതിങ്ങനെ ഇടിച്ചൊക്കെ അനക്കും. കുറേ പരിശ്രമിച്ചിട്ട് അവസാനം ഈ വേരിൻ്റെ കുറ്റി JCB പിഴുത് മാറ്റി ഇങ്ങനെ പൊക്കിയെടുത്ത് പുറത്തേക്ക് ഇടുന്ന കാണാം. കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു പിഴുതുമാറ്റൽ നടക്കാതെ നമ്മൾ വിശുദ്ധിയിലേക്ക് വളരത്തില്ല. അതായത് നമ്മുടെ ഉള്ളിലേക്ക് ആസക്തിയുടെ വേരുകൾ, പാപത്തിൻ്റെ വേരുകൾ, മ്ലേച്ഛതയുടെ വേരുകൾ, ധനാസക്തി, ലോകമോഹങ്ങൾ, തിന്മയുടെ വേരുകൾ, അങ്ങനെ പലതിൻ്റെ വേരിങ്ങനെ ഹൃദയത്തിൽ രൂഢമൂലമായിട്ട് ഇങ്ങനെ ആഴത്തിൽ കിടക്കുക. അതുകൊണ്ട് JCBക്ക് ഒരു മരം ഇങ്ങനെ ശരിക്ക് വലിച്ചു പറിക്കുന്നത് പോലെ നമ്മളും കൂടെ പ്രയത്നിച്ച് വേണം ഈ ആസക്തികളും തിന്മകളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തിൽ വിടുവിച്ച് ഒരു ക്ലീൻ ഹൃദയം, ക്ലീൻ ഹാർട്ട് നമുക്കുണ്ടാവണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ. വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വെക്കണം. അതാണ് സ്നാപകൻ പറഞ്ഞത്. വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വെക്കണം. ഇന്ന് കോടാലി പോരാ, JCB തന്നെ വെച്ചാലേ JCB ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് JCB കൊണ്ട് മാന്തി ഇത് പറിക്കുന്നത് പോലെ ശരിക്കും നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപത്തിൻ്റെ മേഖലകളും ആസക്തികളും അത് ശരിക്കും നീക്കം ചെയ്ത ഒരു നല്ല ഹൃദയം, പരിശുദ്ധ ഹൃദയം, അവിടെ യേശു വസിക്കാൻ പോവുക. അവിടെ യേശു ആ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരം പരിശുദ്ധമാവും, നമ്മുടെ കണ്ണ് പരിശുദ്ധമാവും, കൈ പരിശുദ്ധമാവും, മൊത്തം നമ്മൾ പരിശുദ്ധരായിട്ട് മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും നാളും നമ്മൾ കടന്നുപോയ ഒരു ആധ്യാത്മിക ജീവിതം പോരാ. ശരീരത്തിനു സഹനമേറ്റെടുക്കുന്ന ആത്മീയ ജീവിതം, മനസ്സിൽ ഏറ്റുവാങ്ങുന്ന സഹനങ്ങൾ, സന്തോഷത്തോടെ മറ്റുള്ളവരൊക്കെ നമ്മളെ കല്ലെറിയുമ്പോൾ, നമ്മളെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ, ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുമ്പോൾ, അപമാനം ഏറ്റുവാങ്ങുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ നിന്നുകൊടുക്കാൻ സാധിക്കണം. യേശു പീലാത്തോസിന്റെ മുൻപിൽ രോമം കത്തിരിക്കാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നുകൊടുത്തു. മുറിവേറ്റവനായി, പരിഹാസ്യനായി, അപമാനിതനായി അവൻ നിന്നുകൊടുക്കുക. ശരിക്കും നിനക്കൊരു വിശുദ്ധനാകണോ, നീ ഇതുപോലെ നിന്നുകൊടുത്തേ മതിയാവത്തുള്ളൂ. ഹല്ലേലൂയ. നിന്നുകൊടുക്കുന്നവരെ കർത്താവ് വിശുദ്ധരാക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കടന്നുപോയ വഴികളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ച കാര്യങ്ങൾ ആത്മാവ് തരുന്നു, ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ഏറുമേടിക്കുവാൻ, ചവിട്ടുമേടിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, അപമാനിക്കുമ്പോൾ, കല്ലെറിയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കാം. നമ്മളെ അപമാനിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വൃക്ഷത്തിൻ്റെ വേരിന് JCB വെക്കണം. നിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുന്ന ആസക്തികള്, പാപങ്ങള്, അശുദ്ധികള്, തിന്മകള്, ലൈംഗിക വൈകൃതങ്ങള്, ധനാസക്തി, ലോകത്തിന്റെ മോഹങ്ങൾ, രാവെളുക്കോളം കണ്ണുകൾ കൊണ്ട് അശുദ്ധി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഹൃദയം നിർമ്മലമാക്കണം, ഹൃദയം പരിശുദ്ധമാക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ച് വലിയ ഒരു സ്വപ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ ഒന്ന് ഓർത്തു നോക്കിയേ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചൊരു സ്വപ്നമില്ലേ? അതെ. അപ്പം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നന്മ അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടോ? ഉണ്ടോ മാതാപിതാക്കളെ? ഉണ്ട്. അപ്പോൾ ദൈവപിതാവിന് എന്നെക്കുറിച്ച് ഒരു തീരുമാനമുണ്ട്. ദൈവപിതാവിൻ്റെ ഹൃദയത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഒരാഗ്രഹമുണ്ട്. ഇന്നതുപോലെ ഒരു വ്യക്തി ജനിക്കും, ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഒരു സ്വപ്നം. ആ സ്വപ്നത്തെ ഞാൻ തന്നെ തകർത്ത് കളഞ്ഞാൽ എന്തായിരിക്കും യേശുവിൻ്റെ ഹൃദയത്തിലെ വേദന, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ വേദന? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒന്ന് നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമായത്. ഒരുപക്ഷേ എനിക്ക് ദൈവം നൽകിയ ഈ കൃപകള്, അനുഗ്രഹങ്ങള് മറ്റൊരാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നേക്കാൾ ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വേറൊരു വ്യക്തി ഉണ്ടാകുമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നതാണ്. അല്ല, എനിക്ക് കർത്താവ് ഈ കൃപകള്, ഈ അനുഗ്രഹങ്ങൾ തന്നുവെങ്കിൽ അത് എനിക്ക് വേണ്ടി തന്നതല്ല, ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി. യേശുക്രിസ്തു ദൈവമാണെന്ന് ലോകമറിയണം. അതിനുവേണ്ടിയാണ് കർത്താവ് എനിക്ക് കൃപകൾ തന്നിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് ചെന്ന് അവരെ സഹനങ്ങൾ ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്തത്, അവർ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്തു. ആര് എവിടെ നിന്ന് അവരെ കല്ലെറിഞ്ഞാലും ഒരു പരാതിയില്ലാതെ അവർ സഹിച്ചു അവർ വിശുദ്ധരായിട്ട് മാറി. ഈ വിശുദ്ധന്മാരുടെ കരങ്ങളിലൂടെ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിച്ചു. വിശുദ്ധന്മാരുടെ കരങ്ങൾ പിശാചുക്കളെയൊക്കെ ബന്ധിച്ചു പുറത്താക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നോ ആ വ്യക്തിയിൽ
അങ്ങനെ ആയിത്തീരണമെങ്കിൽ ശരിക്കും ആ വ്യക്തിയുടെ പൂർണ്ണമായ ഒരു വിട്ടുകൊടുക്കൽ, ഒരു സമർപ്പണം ഏറ്റവും ആവശ്യമാണ്. വിശുദ്ധ ബൈബിളിലെ ശക്തനായ ദൈവത്തിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ വ്യക്തിയായിരുന്നു സാംസൺ. സാംസനെ കുറിച്ച് ഞാൻ അല്പസമയം പങ്കുവയ്ക്കുക. വിശുദ്ധ ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15, 16 അധ്യായങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നു, സാംസൺ 20 വർഷക്കാലം ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. സാംസൺ 20 വർഷക്കാലം ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. 20 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ, ന്യായാധിപനാകുവാൻ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത സാംസന്റെ ജീവിതത്തിൽ വലിയ വീഴ്ച പറ്റി. മക്കളില്ലാതെ പ്രാർത്ഥിച്ച് കാത്തിരുന്ന മനോവയ്ക്ക്, ഭാര്യയ്ക്ക് ദൈവത്തിന് ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പോകുക. ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അമ്മ, ഈ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്ന വ്യക്തി സാംസന്റെ അമ്മയോട് പറഞ്ഞു, വീഞ്ഞോ ലഹരിപാനങ്ങളോ ഒന്നും കഴിക്കരുത്, ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അങ്ങനെ ആയിരിക്കണം, ആ കുഞ്ഞിനെ മുടി മുറിക്കരുത്, കുറേ നിർദ്ദേശമൊക്കെ കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ജനിച്ച ഒരു കുട്ടിയായിരുന്നു സാംസൺ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇവിടെ ജനിച്ചു വീണതായി മണ്ണിൽ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നീ ഉണ്ടായിരുന്നു. അനാദിയിലെ ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും വലിയൊരു സ്വപ്നം അവിടെ നിന്ന് എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ഒരുക്കി വെച്ച എല്ലാ സ്വപ്നങ്ങളും തകർത്താണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. എത്രയോ പേര് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ജീവിതം മുഴുവൻ നശിപ്പിച്ചിട്ട് കടന്നുപോയി. ലോകവും പാപവും ജഡവും തിന്മയും എല്ലാം കീഴ്പ്പെടുത്തി നശിപ്പിച്ചവർ. ഈ സാംസന്റെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ സാംസന് പറ്റിയ അബദ്ധം. സാംസൺ എന്നും നാസിർ വ്രതക്കാരനായിരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം പറയുന്നു, സാംസൺ തിമ്നായിലേക്ക് പോയി അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. എന്നിട്ട് തിരിച്ചു വന്ന് മാതാപിതാക്കൾ പറഞ്ഞു, എനിക്ക് അവളെ കല്യാണം കഴിക്കണം. അങ്ങനെ അവളെ കല്യാണം കഴിച്ചു. ഒരു കല്യാണം. ശരിക്കും സാംസൺ 3 സ്ത്രീകളുടെ ബന്ധമുണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16:1, സാംസൺ ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണിയെ കണ്ടുമുട്ടി അവളോടുകൂടെ ശയിച്ചു. കണ്ടോ, അടുത്ത പാഠ്യായി. ഗാസായിലേക്ക് പോയി അവിടെ ഒരു സ്വൈരിണി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, ഭേദപ്പെട്ട വിധത്തിലൊക്കെ മോശമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാ, ഒരു സ്വൈരിണി. അവളുടെ കൂടെ സാംസൺ ശയിച്ചു. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസൻ 20 വർഷക്കാലം ഇസ്രായേലിന് ന്യായാധിപനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത ഉയർത്തിയ സാംസൺ ചെയ്ത തെറ്റായത്. തെറ്റ് ആര് ചെയ്താലും തെറ്റു തന്നെയാണ്. ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ആദ്യമേ ഒരു ഫിലിസ്തീയ സ്ത്രീയെ കല്യാണം കഴിച്ചു. അടുത്തത് ഇവിടെ പോയി ഒരു സ്വൈരിണിയായ സ്ത്രീയെ പോയി ഗാസായിൽ പോയിട്ട് അവളുമായിട്ട് ശയിച്ചു. ഇനി അടുത്ത അധ്യായം വായിച്ച്, അടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അതേ അധ്യായം 16-ാം അധ്യായത്തിൽ നമ്മൾ 4 പേരുടെ വചനം വായിക്കുമ്പോൾ അടുത്ത ആൾ സാംസൺ പോയി ദലീല എന്നൊരു സ്ത്രീയുമായിട്ട് ബന്ധമായി. ഉണ്ട് പലരുടെയും ആധ്യാത്മിക ജീവിതം തകർന്നു തരിപ്പണമായതിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ പലരുടെയും നല്ല ഉന്നതന്മാരൊക്കെ തകർന്നു തരിപ്പണമായതിൻ്റെ പിന്നിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ത്രീ ഉണ്ടെന്നാണ് പറയുന്നത്. ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, വിശുദ്ധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ ആ കൂടെയുള്ള ഭാര്യ നല്ല സ്ത്രീ ആയിരിക്കും. ഹല്ലേലൂയ. അവൻ പലരുടെയും തകർച്ചയ്ക്ക് സ്ത്രീ കാരണമാകുന്നുണ്ട്, പലരുടെയും ഉയർച്ചയ്ക്കും സ്ത്രീ കാരണമാകുന്നുണ്ട്. ഇത് ലോകത്തിൻ്റെ ചരിത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ചേട്ടന്മാരെ, നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കാം, സ്നേഹിക്കാം. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ചേച്ചിയാണ്, പെങ്ങളാണ്, എല്ലാമാണ്, വല്യമ്മച്ചിയാണ്, ഒക്കെ നല്ലത് തന്നെ. നമ്മുടെ എല്ലാം സ്വന്തമാണ് ഈ സ്ത്രീകൾ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പുരുഷനും ഒരു സ്ത്രീയെ
നമ്മുടെ കണ്ണുകൾ കൊണ്ട് തെറ്റായിട്ട് കാണുവാൻ പാടില്ല. അവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ വിധത്തില് സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്. നമ്മുടെ ഈ കേരളത്തിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ബസ് യാത്ര ചെയ്യാൻ പറ്റുമോ? രാത്രിയിൽ ഒറ്റയ്ക്ക് വഴിയെ നടക്കാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരുടെ ഹൃദയത്തിൽ തീയ. 8ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് സ്കൂളിൽ പോയതാ. 4:30 ആകുമ്പോൾ സാധാരണ സ്കൂളിൽ എത്തുന്നതാ. 4:30 ആയപ്പോൾ കൊച്ചിന് എത്തിയിട്ടില്ല. അമ്മയുടെ ഹൃദയത്തിൽ തീയ. 4:30 ആയിട്ട് കൊച്ചിനെ കണ്ടില്ല, 4:45 കൊച്ചിനെ കണ്ടില്ല. 5 മണിയായപ്പോഴത്തേക്കും അമ്മ ബോധം കിട്ടു വീഴും. ശരിയാണോ? ആ പേടിയാ. സ്കൂളിൽ പോയ കൊച്ച് അവള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന മാത്രം അധപ്പതിച്ച ധാർമ്മികത അധപ്പതിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യമല്ല ഇത്? നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? എത്രയോ കൊച്ചു കുട്ടികളാ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ലൈംഗികതയുടെ പേരില്. ഇവിടെ പിശാച് ഈ മേഖലയിൽ മനുഷ്യന്റെ മേൽ പിടിമുറുക്കിയിരിക്കുകയാ. ഈ ഒരു കാര്യത്തിൽ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ലൈംഗികതയുടെ വിശുദ്ധി പരിശുദ്ധിയെക്കുറിച്ച് ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നൊക്കെ കുഞ്ഞിലെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിൽ അമ്മമാരും അപ്പന്മാരും ശ്രദ്ധ. അതുപോലെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ പാപത്തിൻ്റെ വഴികളിലേക്ക് പോകാതെ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ വിശുദ്ധിയെ കുറിച്ചുള്ള വലിയ ഒരു ചിന്ത കൊടുക്കണം. ഹല്ലേലൂയ. 6 വർഷം മുൻപ് പാകിസ്ഥാനിൽ നടന്ന ഒരു സംഭവം. നമ്മൾ പാകിസ്ഥാനിലെ വിശ്വാസികളെ കുറിച്ച് കേൾക്കുന്നുണ്ട്. അവിടെ ക്രിസ്ത്യാനികൾ ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അനേകം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. 6 വർഷം മുൻപ് പാകിസ്ഥാനിൽ നടന്നൊരു സംഭവം. മരിയ മനീഷ എന്ന പേരുള്ള ഒരു പെൺകുട്ടി, 18 വയസ്സ് പ്രായം, ഒരു പാവപ്പെട്ട ക്രൈസ്തവ കുടുംബത്തിലെ പെൺകുട്ടിയാണ്. അവളും മാതാപിതാക്കന്മാർക്ക് ഒരു മകളേ ഉള്ളൂ. ഈ അമ്മയും ഇവരുടെ അമ്മയും അപ്പനും ഇവർ അവിടെ അടുത്തുള്ള ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ്റെ പണിക്കാരാണ്, വയലിലെ പണിക്കാരാണ്. ആ സമ്പന്നനായ ആ മനുഷ്യൻ്റെ മകൻ്റെ പേരാണ് ആരിഫ് ഗുജ്ജാർ. ആരിഫ് ഗുജ്ജാർ എന്ന ചെറുപ്പക്കാരൻ, ഇവളെ നല്ല സുന്ദരിയാണ്. ഇവളെ പാപത്തിലേക്ക് വീഴിക്കുവാനായിട്ട് പലതവണ പരിശ്രമിച്ചു. ഇവളോട് പറഞ്ഞു, വാഗ്ദാനം കൊടുത്തു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, പാപത്തിന് സമ്മതിക്കണം. അവൾ വഴങ്ങിയില്ല. കാരണം അവളുടെ മാതാപിതാക്കന്മാർ അവളെ വിശുദ്ധിയിലാണ് വളർത്തിയത്. അവൾ പാപത്തിന് വഴങ്ങിയില്ല. അവസാനം ഇവനൊരു ഡിമാൻഡ് വെച്ചു, നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം, എൻ്റെ കുടുംബത്തിലാക്കാം. അതിനും അവൾ സമ്മതിച്ചില്ല. ഒരു ദിവസം വയലിൽ പണി കഴിഞ്ഞ് ഇവൾ ഒറ്റയ്ക്കുള്ള അവിടെ വരുന്ന വഴി ആരിഫ് ഗുജ്ജാർ എന്ന ചെറുപ്പക്കാരൻ ഇവളെ കടന്നു പിടിക്കുകയാണ്. ഇവള് അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാ. അവന് അവളെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. രക്ഷപ്പെട്ട് ഓടുന്ന മരിയ മനീഷയ്ക്ക് നേരെ അവൻ നിറയൊഴിച്ചു. അവൻ്റെ കൈവശമുള്ള ആ തോക്കെടുത്തിട്ട് വെടിവെച്ചു. വെടികൊണ്ട് അവൾ വീഴുകയാണ്. അവള് രക്തം വാർന്നൊഴുകി പടഞ്ഞു മരിക്കുകയാണ്. ഇന്ന് പാകിസ്ഥാനിൽ മരിയ മനീഷയെക്കുറിച്ച് അറിയപ്പെടുന്നത് എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ്റെ മരിയ ഗൊരേത്തി എന്നാണ് മരിയ മനീഷ എന്നറിയപ്പെടുന്നത്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി അവൾ ബലിയായി തീർന്നു. ബലിയായി തീർന്ന അവളെ അടക്കിയ കല്ലറയിൽ ഇന്ന് പ്രാർത്ഥിക്കുവാൻ ജനമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിയ ഗൊരേത്തി വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തു. ഈ നൂറ്റാണ്ടില് വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത ഒരു പെൺകുട്ടിയാണിത്. വിശുദ്ധിക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കണം. 1 കൊരിന്തോസ് 9:27 ഇങ്ങനെ പറയുന്നു,
സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ, സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തിരസ്കൃതനാകാതിരിക്കുന്നതിനുവേണ്ടി. എവിടെ നിന്ന് തിരസ്കൃതനാകാതിരിക്കുന്നു? ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഈ ശരീരത്തെ, ഈ ശരീരത്തിൻ്റെ വികാരങ്ങളെ, ഇച്ഛകളെ ഞാൻ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകളാ. ഇവിടെ ശുശ്രൂഷയിലുള്ളവരാണെങ്കിലും കുടുംബജീവിതത്തിലുള്ളവരാണെങ്കിലും എല്ലാവരും, യുവതി യുവാക്കന്മാരും എല്ലാവരും ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിച്ച് കീഴടക്കണം. ഈ ശരീരം ത്രിയേക ദൈവത്തിൻ്റെ ആലയമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ വസിക്കുന്നു. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ശരീരം എപ്പോഴും പരിശുദ്ധമായിരിക്കട്ടെ. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ എന്നും നീ പരിശുദ്ധനാകണം. ശത്രു വന്ന് കള വിതച്ചു. നമ്മൾ മത്തായി സുവിശേഷം 13 വായിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ, കർഷകൻ തൻ്റെ വയലിൽ വിത്ത് വിതച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ആ വിത്ത് മുളച്ചു വന്നപ്പോൾ കുറേ കളകൾ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നു. വചനത്തിൽ പറയുന്നു, ശത്രു വന്ന് അവിടെ കള വിതച്ചു. ശത്രു വന്ന് അവിടെ കള വിതച്ചു, കള വളർന്നു. പിന്നെ യജമാനൻ പറയുകയാണ്, കള പറിക്കുന്ന കാര്യം കർഷകൻ പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു, കള പറിക്കാൻ വരട്ടെ, ഒന്നിച്ചു വളരട്ടെ. അവസാനം ഇത് ഒന്നിച്ചു പറിച്ചു, രണ്ടും വേർതിരിക്കുന്നു, എൻ്റെ കള കത്തിച്ചു കളയുന്ന പറയുന്നു. ഹല്ലേലൂയ. ശത്രു വന്ന് കള വിതച്ചു. അവിടെ ശത്രുവിനെ യേശു പറയുന്നത് പിശാച് എന്നാ പറയുന്നത്. ശത്രു നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ മനസ്സില്, നമ്മുടെ ബുദ്ധിയില്, നമ്മുടെ ചിന്തയില്, നമ്മുടെ മനസ്സിന്റെ വ്യാപാരങ്ങളിൽ കള വിതയ്ക്കുകയാ. മാധ്യമങ്ങളിലൂടെ, ചിന്തകളിലൂടെ, ആസക്തികളിലൂടെ, അശുദ്ധ മാസികളിലൂടെ, അശുദ്ധ സിനിമകളിലൂടെ പല വിധത്തിലും കള വിതയ്ക്കുകയാ. ലോകത്തിന്റെ തെറ്റായ അറിവുകള്, ബോധ്യങ്ങള് നമ്മളിലേക്ക് പിശാച് അനുദിനം കള വിതച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇത് തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട കള അത് പറിച്ചു മാറ്റം. നമ്മൾ കള വിതയ്ക്കുവാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്, അനുവാദം കൊടുക്കരുത്. ഈ കൺവെൻഷനിലൂടെ കർത്താവ് കളകളെ ഹൃദയത്തിൽ നിന്ന് പിഴുതുമാറ്റി വചനം വിതച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഈ വചനം വളർന്ന് ഫലമാകണം. നിങ്ങളെ ഉള്ളിലേക്ക് ഇനിയും ശത്രുവായ സാത്താൻ കള വിതച്ച് നിങ്ങളുടെ ഹൃദയ, മനസ്സ്, ആത്മാവെല്ലാം അശുദ്ധമാക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിന്നെക്കുറിച്ചുള്ള യേശുവിൻ്റെ സ്വപ്നം അത് പൂർത്തീകരിക്കപ്പെടണം. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ജെറമിയ 1:5. ഇത് ജെറമിയായ്ക്ക് വേണ്ടി മാത്രമുള്ള വചനമല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള വചനമാണ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ നിന്നെ 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 ഞാൻ തിരഞ്ഞെടുത്തു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയമിച്ചു. ഹല്ലേലൂയ. പിഴുതെറിയുവാൻ, നട്ടുവളർത്തുവാൻ, ഇടിച്ചു തകർക്കുവാൻ നിന്നെ ഞാൻ നിയമിച്ചാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ കർത്താവ് തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമുക്ക് വളരാം. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കാം. എനിക്കൊരു വിശുദ്ധനാകണം, എനിക്കൊരു വിശുദ്ധയാകണം. അതിൽ കുറഞ്ഞ ഒരു സ്വപ്നങ്ങളും എൻ്റെ ഹൃദയത്തിലില്ല. നമുക്കെല്ലാവർക്കും അങ്ങനെയാകാം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനാണ്, അവൻ്റെ പരിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും നമുക്ക് അടുക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.